ഹലോ ഗൈസ്, ഞാൻ കളിക്കുന്ന EDMCയിലാണ്. EDMCൻ്റെ 3ാമത്തെ എപ്പിസോഡ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഈ ഐലൻഡിലേക്ക് ഒരു ബിൽഡും കൂടി കൊണ്ടുവരാമെന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ വിൻഡ് മില്ലിൻ്റെ ഒരു ബിൽഡ്, പിന്നെ എനിക്ക് ഇവിടെ ആയിട്ടൊരു കസ്റ്റം ട്രീയും കൂടി സെറ്റ് ചെയ്യണം. പിന്നെ വിൻഡ് മില്ല് എങ്ങനെ ഉണ്ടാക്കുന്നതെല്ലാം നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും. അത് തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഏരിയയിലൊന്ന് ടെറാഫോം ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബിൽഡ് ഞാൻ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തതെന്ന്, അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിന്. ഓക്കെ, അപ്പം നിങ്ങൾ ഇതുണ്ടാക്കി കാണിച്ചു തന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ഒരു കസ്റ്റം ട്രീ ആക്കിയിട്ട് തന്നെ തുടങ്ങാം. ആ ഒരു കസ്റ്റം ട്രീ ആക്കാനുള്ള സാധനങ്ങളിൽ ഞാൻ ഇത് ഏകദേശം ഇവിടെ ഒപ്പിച്ച് വെച്ചിന്. അത്രയും സാധനങ്ങൾ തന്നെ മതിയായിരിക്കും ഒരു കസ്റ്റം ട്രീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു കസ്റ്റം ട്രീ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഞാനതൊരു ടൈം ലാപ്സ് ആയിട്ട് ഇടാം, നിങ്ങൾ ഏതായാലും കാണാം. ഞാൻ അങ്ങനെ ഇവിടെ ഒരു കസ്റ്റം ട്രീ ചെയ്തിട്ടുണ്ട്. എൻ്റെ മനസ്സിലുള്ളൊരു ടൈപ്പ് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് നന്ന് ഇങ്ങോട്ടേക്ക് ഇതായതുകൊണ്ട് ഇവിടെ എല്ലാം കുറച്ചും കൂടി റിലീഫിലും വെക്കണ്ടല്ലോ ഞാൻ ചെയ്യാം. ഒരു ബ്രാഞ്ച് അങ്ങോട്ടും കൂടി വേണോ എന്നുള്ള എൻ്റെ ഡൗട്ട്. ഇപ്പം ഇങ്ങനെ ഈ ഒരു സൈഡ് നോക്കുമ്പോൾ ഇതാ ഈ ഒരു ലുക്ക് തന്നെയാണ് എനിക്ക് വേണ്ടത്. അപ്പുറത്തുനിന്ന് നോക്കുമ്പോൾ ഉള്ള ഇതിലെന്തെങ്കിലും ചെയ്യണം. ഇപ്പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല ബോറായിട്ടാണ് ഈ ഒരു സൈഡുള്ളത്. അപ്പോൾ അത് എന്തെങ്കിലും ചെയ്യണം. അത് ഞാൻ ഓഫ് ക്യാമറയിൽ ചെയ്തോളൂ. ഇപ്പോൾ ഈ ഒരു കസ്റ്റം ട്രീനായത് ഇവിടെ ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വിൻഡ് മില്ലിൻ്റെ പണിയിലേക്ക് കിടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഞാൻ ഒറ്റയ്ക്ക് ഡിസൈൻ ചെയ്തിരുന്നത്. അപ്പോൾ ഇതിലെന്തെങ്കിലും കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത്രയും സാധനങ്ങളാണ് ആ ഒരു വിൻഡ് മില്ല് ഉണ്ടാക്കാൻ വേണ്ടത്. അത് ഞാൻ കുറച്ച് ചെറുതാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്, കാരണം ഈ ഒരു ഏരിയയിൽ അത് മതി. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞത്, ഈയുടെ ഒരു മല ഉണ്ടായിരുന്നു ഇതേപോലെ. ഞാനതൊന്ന് ടെറാഫോം ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഒരു മൈനിങ് ഏരിയ പോലെ സെറ്റാക്കിയാലോ എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു പ്ലാന്. അത് വേണോ വേണ്ടിയോ എന്നുള്ളത് നിങ്ങൾ തന്നെ പറയാം. നിങ്ങളത് കണ്ടായിരുന്ന ഡോൾഫിൻ തുള്ളുന്നത്. അപ്പോൾ ഇനി ഈ ഒരു വിൻഡ് മില്ല് ഉണ്ടാക്കുന്നതിൻ്റെ ടൈം ലാപ്സ്. ഓക്കെ, ആ വിൻഡ് മില്ല് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ വെറുതെ ഇരിക്കുന്ന പോലെയുള്ളൂ. ഇനി കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം ആഡ് ആക്കാനുണ്ട്. പക്ഷേ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ കാണിച്ചിരുന്നേന്ന്. ഇതാണ് ആ ഒരു ബിൽഡ് മാത്രമായിട്ട് ഇങ്ങനെ ഉണ്ടാവുക. നമുക്കിത് നല്ലോണം ഇഷ്ടമായി, കാരണം ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നല്ലോണം ഇഷ്ടമായി. പിന്നെ ഇവിടെ കറക്റ്റ് മാച്ച് ആവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ കുറച്ച് ചെറുതാക്കി വെച്ചത്. ഇവിടെ നിന്നാൽ ഈ ഒരു ഐറ്റം ഉണ്ടാവാൻ പറ്റും ഇതിന്, അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ചെറുതാക്കി വെച്ചതാട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ കറക്റ്റാണെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് വീറ്റ് ഫാമും കുറച്ച് ഡീറ്റെയിൽ എല്ലാം ആഡ് ആക്കാനുണ്ട്. ഞാൻ എന്തായാലും അതും കൂടി ഒന്ന് ആഡ് ആക്കിയിട്ട് വരാം. ഓക്കെ, ആ ഡീറ്റെയിലിങ്ങിൻ്റെ പണിയും കൂടി ഞാൻ തീർത്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ പേര് സ്പെക്ട്രം ഉണ്ട്. അതെ. അപ്പോൾ ഞാൻ ബിൽഡ് ആദ്യം കാണിച്ചില്ല.
ഇതന്നെ ഇവിടെ ഒരു പാത്ത് സെറ്റ് ചെയ്ത് പിന്നെ ബാക്കി ബിൽഡിൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ പിന്നെ ആടി ഏരിയയിലും കുറച്ച് ഇടലും ഉണ്ട്. ഇതാ ഇങ്ങനെ കാർപ്പറ്റ് വിരിച്ചിട്ട് അതിൻ്റെ അടിയിൽ ജാക്കോലാൻഡ് തന്നെ വെച്ചിട്ടുണ്ട്. സ്പെക്ട്രോ ഈ ബിൽഡിനെ പറ്റി ബ്രോന്റെ അഭിപ്രായം? അത്യാവശ്യം നൈസ് ബിൽഡിംഗ് ആണ്. എനിക്ക് അറിയേണ്ട ഒരു വീട്ടിൽ പോയി പറ. അത്യാവശ്യം അടിപൊളി ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് ആ ബിൽഡിങ് ഇഷ്ടപ്പെട്ട്, വിൻഡീനാണേലും ഇഷ്ടപ്പെട്ട്. ഇതാ നമ്മുടെ സർവറിലെ പുതിയ ഫീച്ചർ, നമുക്ക് തലന്റെ മുകളിൽ ഇരിക്കാം. അത് നമ്മുടെ സർവറിലും കാര്യങ്ങളും ജോയിൻ ചെയ്യണം. കാരണം നമ്മുടെ സർവറിൽ കുറെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. കാരണം V2 കാര്യങ്ങളാണ് വരുന്നത്. V2 അറിയേണ്ട ഒരു V2 കാര്യങ്ങൾ കുറെ അപ്ഡേറ്റ് ഒക്കെ വരുന്നുണ്ട്. എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ തന്നെ നിങ്ങക്ക് ടോപ്പ് പാലടിച്ചാലും കുറെ പേർക്ക് നല്ലപോലെ പൈസ ഉണ്ട്. അപ്പോഴത്തേക്ക് ആ പൈസ ഒക്കെ ഒന്ന് കുട്ടിച്ചോറാക്കാൻ വേണ്ടി ടെലിപോർട്ടിന് പൈസ, അങ്ങനെ കുറെ ടെലിപോർട്ടിന് പൈസ കിട്ടും. ഇപ്പൊ തന്നെ സ്ലാഷ് ഷോപ്പ് അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ മിക്കതിനും പൈസ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറെ സാധനത്തിന് പൈസയും കൂട്ടും. ടെലിപോർട്ടിനും പൈസ വെക്കും, RTPക്ക് പൈസ വെക്കും. പിന്നെ ഇങ്ങനത്തെ കുറെ ഫീച്ചർ ഇപ്പൊ ഞാൻ എപ്പിക്കിന്റെ താഴെ കയറി നിരങ്ങണണ്ട. അങ്ങനെ കുറെ നിരങ്ങണ ടൈപ്പും സെറ്റപ്പും എല്ലാം കൊണ്ടുവരുന്നതായിരിക്കും V2. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം, നമ്മളത് ആഡ് ആക്കുന്നതായിരിക്കും. അഥവാ ആ പ്ലഗിൻ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ആ പ്ലഗിനെ ഉണ്ടാക്കി ഇടണമായിരിക്കും. 2 പ്ലഗിന് ബ്രോ ഉണ്ടാക്കി സ്വന്തമായിട്ട് കസ്റ്റമായിട്ട് ഞാൻ ഉണ്ടാക്കി ഇടണമായിരിക്കും. തലേ കയറി നൽകുന്ന ഞാൻ കാണിക്കാം. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്ലെയറിന്റെ അടുത്ത് പോയിട്ട് കയ്യിലൊന്നും വെക്കാൻ. നിങ്ങളുടെ ടീമേറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു, നിങ്ങളുടെ ടീമേറ്റിന് എലൈട്ര ഇല്ല, എന്ത് ചെയ്യും? തലേ കയറി ഇരുത്തണം. തലേ കയറി ഇങ്ങനെ കയ്യിലൊന്നും വെക്കാണ്ട് ലോങ് പ്രസ് ചെയ്താൽ, കയ്യിലൊന്നും വെക്കാണ്ട് ലോങ് പ്രസ് കണ്ടാ എന്നെയും കൊണ്ട് പോകുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളെ ബീഫ് ഫാമിന്റെ അവിടെ ഇരുന്നിട്ട് വർത്താനം പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഇരുന്ന് വർത്താനെല്ലാം പറയാൻ കഴിയും അല്ലേ? ചായ കുടിച്ചോ, ഫുഡ് കഴിച്ചോ, ബുദ്ധി വെച്ചോ? പിന്നെ വേറെന്താ ഫീച്ചേഴ്സ് അല്ലേ ഇനി വരുന്നേ ഉള്ളൂ. നിങ്ങള് പറയണേ എന്നുവെച്ചാൽ ഇപ്പൊ തന്നെ ആവശ്യത്തിന് ഏറെയുള്ള ഫീച്ചേഴ്സ് നമ്മൾ ആഡ് ആക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾ പറയണ ആഡ് ആക്കാനാണ്. വേറെ ഒരെണ്ണമുണ്ട്. ഉണ്ടോ നോക്കട്ടെ, ഞാൻ ആഡ് ആക്കിയോ നോക്കട്ടെ. /AH അടിക്ക്. പല കാര്യങ്ങളും നിങ്ങൾ അറിയുമ്പോ നല്ല രസല്ലേ? ശരി എന്നാ ഓക്കെ. അല്ലല്ല, ആ പ്ലഗിൻ്റെ അകത്ത് നമുക്ക് പ്ലേയേഴ്സിന് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഐറ്റംസ് സെയിലാക്കാം. അതിന്റെ ഫീച്ചേഴ്സ് ഒന്നും നമ്മൾ ശരിക്കും കൊണ്ടുവന്നിട്ടില്ല. കാരണം അതിന്റെ ഒരു കസ്റ്റം പ്ലഗിൻ ഉണ്ടാക്കാനാണ് പ്ലാന്. കാരണം ഇതുവരെ പൈസ കൊടുത്ത് ഉണ്ടാക്കാൻ പറ്റണേ ഉള്ളൂ. ഇനിയിപ്പോ ഡയമണ്ട് കൊടുത്ത് സാധനം മേടിക്കാന രീതിയിലാക്കാൻ പോവാണ്. കസ്റ്റമായിട്ട് ഉണ്ടാക്കാൻ പോവാണ്. കസ്റ്റമായിട്ട് ഉണ്ടാക്കാൻ തന്നെ പോവാണ്. കസ്റ്റമായിട്ട് മാത്രം പോവാണ്. 2 പ്ലഗിൻ ഉണ്ടാക്കി അതിന്റെ ഷൂവാണ്. വേറൊന്നും വിചാരിക്കണം. 2 ഒന്ന് നെതറിന്റെയും പിന്നെ വേറെ എന്തെങ്കിലും ഈസ്റ്റർ എഗിന്റെയും 2 ടൈപ്പ് ഉണ്ടാക്കി. അതൊന്നും പറ്റാറില്ല. ഒന്ന് പൊട്ടിയപ്പോ ഒന്നും കൂടി ഉണ്ടാക്കി. അതാ സംഭവം. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ രീതിയിൽ ഫുള്ളായിട്ട് ബേസ് കംപ്ലീറ്റ് ആക്കാൻ പോകുന്ന ഒരു സീസൺ. കാരണം ഇപ്രാവശ്യം ഞാൻ കറക്റ്റ് ഒരു ചെറിയ ഐലൻഡ് എടുത്ത് ആ ഐലൻഡിൽ നല്ലോണം ബിൽഡ് ചെയ്യാനുള്ള കുറേ പ്ലാൻസ് എല്ലാം എനിക്കുണ്ട്. അപ്പൊ ഈ ഒരു സീസണിലെ ബേസ് എന്തായാലും കംപ്ലീറ്റ് ആക്കും. ഞാൻ പറയട്ടെ, ഈ വീഡിയോക്ക് 1K വ്യൂസും 100 ലൈക്കും കിട്ടിയ എപ്പിക്കിന്റെ ബേസ് ഞാൻ കത്തിക്കണായിരിക്കും. അതിന് ഞാൻ ഒരു നോവും അറിയില്ല. 1K ലാവുണ്ട്. എപ്പോൾ ആവാനാണ്? 1K ആയാലും 100 വ്യൂസ് ആവില്ല. ഓക്കെ, 100 ലൈക്ക്. 1K അത് പറഞ്ഞേ, 1K വ്യൂസും 100 ലൈക്കും ആയാലും ഉറപ്പായിട്ട് ഞാൻ ഈ ബേസ് കത്തിക്കും. TNT ഇട്ട് കത്തിക്കും. അതിലാർക്കും ഒരു കുഴപ്പമില്ല. ആർക്കും ഒരു കുഴപ്പമില്ല. അതാവൂല. ഇത് കട്ടാക്കാനും പാടില്ല. ഇത് കിട്ടണോ? എപ്പിക്കിന് സമ്മതമാണ്. അനക്ക് 100 അല്ല 110% സമ്മതം. പക്ഷെ അത് ഇന്നൊന്നും നടക്കൂലെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ ഞാൻ ചെറിയൊരു പ്ലാൻ പറഞ്ഞാൽ ഈ പ്ലാനൊന്നും പറയുന്നില്ല. കഴിഞ്ഞ വീഡിയോ സീസൺ 7 എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ വലിയൊരു പ്ലാൻ പറഞ്ഞതിന് ഒരു ഇതും ഞാൻ ചെയ്തില്ല. ആ ഒരു വീടും സ്റ്റോറേജ് ഹൗസും ഞാൻ ചെയ്തിരുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ ഒരു ടാസ്ക് 1 കംപ്ലീറ്റ് ആക്കണം. പിന്നെ ഇവിടെ ആയിട്ടൊരു മൈനിങ് ഏരിയ സെറ്റ് ആക്കണം. സ്പെക്ട്രോനെ പോലെ തന്നെ ഉണ്ട്. ആ മൂക്കെല്ലാം നോക്കിയട്ടെ.
എന്താ ടെക്നോ ബ്ലേഡിന്റെ ഇതാണ് എപ്പിക്ക് ഇങ്ങനെ കളിയാക്കാൻ പാടില്ല എപ്പിക്കിന്റെ ചായ വേണം. ഒരു മിനിറ്റ്. അപ്പൊ സ്പെക്ട്രോ എന്ന് പറഞ്ഞാൽ കളിയാക്കലാണ് സ്പെക്ട്രോ ഉറപ്പിച്ചല്ലേ? എന്ത് കണ്ട സ്പെക്ട്രോ എന്ന് വെച്ചാ അപ്പൊ കളിയാക്കലാണ് സ്പെക്ട്രോ ഉറപ്പിച്ച്. ഞാൻ എന്താ പറയാ സ്പെക്ട്രോനെ പോലെ തന്നെ ഉണ്ട് പറഞ്ഞേ. അപ്പൊ സ്പെക്ട്രോ മോശമാണെന്ന് സ്പെക്ട്രോനെ തീരുമാനിച്ചു. ശരിയെന്നാ ടെക്നോ ബ്ലേഡ്. അപ്പൊ ടെക്നോ ബ്ലേഡിനെ കളിയാക്കരുത് കണ്ട. പിന്നെ ഈ ട്രീന്റെ കളർ ഒന്ന് മാറ്റണമെങ്കിൽ പറയാം. കാരണം ഇതൊരു ഇപ്രാവശ്യം ചെയ്യുന്ന ഫാമിങ്ങിന്റെ ഒരു തീമാണ്. അപ്പോൾ ആ തീമിന് പറ്റാത്തൊരു ട്രീ പോലെ ഉണ്ട് സ്പെക്ട്രോ പറഞ്ഞത്. അപ്പോൾ ഇത് മാറ്റണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഈ സീസണിൽ എന്തായാലും ഈ ഒരു ഐലൻഡ് എനിക്ക് കംപ്ലീറ്റ് ആക്കണമെന്നുണ്ട്. ഞാൻ ഇപ്പം എൻ്റെ മനസ്സിലുള്ളൊരു ഐഡിയയും കൂടി പറഞ്ഞുതരാം. ഇത് ഈ വീറ്റ് ഫാമിൻ്റെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് ഇങ്ങോട്ട് പോയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട ഇവിടെ കുറച്ച് ഇങ്ങനൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഒരു കുറച്ച് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. ഇതാ ഇവിടെ കുറച്ച് പ്ലെയിൻ ആയിട്ട് വെക്കുന്ന സ്റ്റോൺ ബ്രിക്ക് വാളെല്ലാം വെച്ചിട്ട് എന്തെങ്കിലും ഒരു ബിൽഡ് കൊണ്ടുവരണം എന്നുണ്ട്. അത് ഞാൻ ചെയ്യാം. അത് ഞാൻ ചെയ്യുന്ന എപ്പിസോഡിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും മാറ്റണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ബിൽഡിൻ്റെ ഐഡിയാസ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അത്ര ഐഡിയ ഒന്നും ഇപ്പം ഞാൻ ഇതൊന്നും കാണുന്നില്ല. ഓക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.